നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ആരംഭിക്കാൻ ഏതാനും കുറച്ച് നാളുകൾ മാത്രം. ഈ ഘട്ടത്തിൽ പാറ്റ് കമിൻസ് പൂർണ്ണമായിട്ടും പരിക്കിൽ നിന്ന് മുക്തനായിട്ടില്ല. ജോഷ് ഹേസൽവുഡിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഓസ്ട്രേലിയയിലെ 2 പേസർമാരും ഇപ്പോഴും മെഡിക്കൽ ക്ലിയറൻസ് കിട്ടാതെ നിൽക്കുകയാണ്. ഒരാൾ RCBയിൽ കളിക്കുന്ന ജോസ് ഹേസൽവുഡെങ്കിൽ മറുഭാഗത്ത് പാറ്റ് കമിൻസ് SRHൻ്റെ ക്യാപ്റ്റനാണ്. നിലവിൽ ലഭ്യമാകുന്ന ഒരു പ്രകാരം പാറ്റ് കമിൻസിന് കുറച്ച് മത്സരങ്ങൾ നഷ്ടമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മത്സരങ്ങളിൽ IPL ടീമായ SRHനെ ആര് നയിക്കുമെന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഉദ്ഘാടന മത്സരം തന്നെ SRHൻ്റേതാണ്. മാർച്ച് 28 ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ബംഗളൂരുവിൽ വെച്ചിട്ട് RCBയും SRHും തമ്മിലാണല്ലോ ഉദ്ഘാടന മത്സരം. അപ്പോൾ അന്നൊക്കെ ആര് ടീമിനെ നയിക്കും? ഇപ്പോൾ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നു, അഭിഷേക് ശർമ്മ SRHനെ നയിച്ചേക്കും. അതിനുള്ള സാധ്യതകളാണ് വർദ്ധിച്ചു വരുന്നത് എന്നാണ് ചില ക്രിക്കറ്റ് സോഴ്സുകളൊക്കെ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം. അങ്ങനെയെങ്കിൽ അതൊരു വലിയ ഒരു ബൂസ്റ്റായിരിക്കും അഭിഷേക് ശർമ്മയുടെ കോൺഫിഡൻസിന്. അദ്ദേഹം ഇന്ത്യൻ ടീമിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. T20 ബെസ്റ്റ് ബാറ്ററായിട്ട് മിന്നിക്കത്തി നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ക്യാപ്റ്റനായിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് SRHന് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ട്രാവിസ് ഹെഡിനെ പോലെയുള്ളവരൊക്കെ അവിടെയുണ്ട്. എന്നിട്ടും ഇദ്ദേഹത്തെ ക്യാപ്റ്റനാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ അഭിഷേക് IPLൽ കുറച്ച് മത്സരങ്ങളിൽ ഫ്യൂ മാച്ചസിൽ SRHനെ നയിച്ചേക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ചില വാർത്തകളൊന്ന്, ഹർഷിത് റാണ റൂൾഡ് ഔട്ടാണ് KKRൻ്റെ ടീമിൽ നിന്ന്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ ഇപ്പോൾ അവർ നോക്കുന്നില്ല. അതുപോലെ മദീഷ പതിരാനയുടെ കാര്യത്തിലും അദ്ദേഹം പരിക്കേറ്റ് പുറത്താണ്. അദ്ദേഹത്തിനൊരു പകരക്കാരനെയും ഇപ്പോൾ KKR നോക്കുന്നില്ല. പക്ഷേ KKR വിശ്വസിക്കുന്നത് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇൻ സം സ്റ്റേജ് പതിരാന ഫിറ്റായി ടീമിനെ സഹായിച്ചേക്കുമെന്നാണ്. ഏതായാലും IPLൽ നിന്ന് പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായ ഘട്ടങ്ങളിൽ ആ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.